ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ട്രൂ ബ്യൂട്ടിയുടെ അടുത്ത എപ്പിസോഡാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത് കണ്ട ഡ്രാമയാന്ന്. അതുകൊണ്ട് അത് വീണ്ടും ഇട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ അത് ഇടാതെ പോകുന്നത്. അതുകൊണ്ട് ഈ ഡ്രാമ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. എന്നാൽ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പം നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി കാണാം. അങ്ങനെ അവസാനം നമ്മുടെ സൂഹോ അവൻ്റെ ലവ് പ്രപ്പോസ് ചെയ്ത് ലിംജിങ്ങിനെ കിസ് ചെയ്ത് കാണും. അങ്ങനെ അതോടെ ആയിരിക്കും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ച്. അതോടെ ലിംജിങ്ങിന് വിശ്വസിക്കാൻ പറ്റാതെ അവൾ മൊത്തത്തിൽ നാണിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. ഇത് കണ്ട് സൂഹോയും പുറകെ വന്നിട്ട് അവൾ എന്തിനാ ഉത്തരം പറയാതെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവളാണ് ഇവൻ പ്രപ്പോസ് ചെയ്ത ഷോക്കിലായിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് തന്നെ ചോദിക്കും, ഇവൻ സീരിയസ് ആയിട്ടാണോ പ്രപ്പോസ് ചെയ്ത അല്ലെ പാവം തോന്നിയിട്ട് വീണ്ടും ഇവളോട് സഹതാപം കാണിക്കുവാണെന്ന്. അപ്പോഴാണ് അവനും ആ നെക്ലസ് അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവന്റെ ഹൃദയം തന്നെ ഇവൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ലിംജിങ്ങിനെ ഒന്നും വിശ്വസിക്കാൻ വെക്കാതെ അവളുടെ സന്തോഷമെല്ലാം അവനോട് തുറന്നു പറയും. അതായത് അവൾ സ്കൂളിൽ വരുന്നത് തന്നെ ഇവനെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ അവനെ കുറിച്ച് കുറെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് നാണം വന്നിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇവളുടെ കൺമുമ്പിൽ സൂചിനെ കണ്ട ഉടനെ പെട്ടെന്ന് ഈ സന്തോഷത്തിൽ അവൾ ഓടിച്ചെന്ന് ഹഗ് ചെയ്യാൻ നോക്കും. അപ്പനാണ് അവൾക്ക് ഓർമ്മ വരുന്നത് ഇവളിപ്പോ മേക്കപ്പ് ഇല്ലാതെ ഇരിക്കുന്നതെന്ന്. അതോടെ നൈസിനെ അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് സൂചിനും ഇത് ലിംജിങ്ങനെന്ന് മനസ്സിലാക്കിയിട്ട് അവളെയും വിളിച്ചോണ്ടായി സംസാരിക്കും. അതിനുശേഷം ലിംജിങ്ങനും പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഇവൾക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ആ പിള്ളേരൊക്കെ റാഗ് ചെയ്ത കാര്യമൊക്കെ ഇവളോട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് സൂചിനും എന്നാൽ ഈ സത്യം ഇതുവരെ എന്താ പറയാത്തെന്ന് പറഞ്ഞ് അവൾ ലിംജിങ്ങിനെ കുറിച്ച് വിഷമിക്കുമ്പോഴാണ് ലിംജിങ്ങിനാണ് ഈ സത്യം സൂചിൻ അറിഞ്ഞുകൊണ്ട് അവൾക്ക് ആശ്വാസമേ ഉള്ളു. കാരണം ഇവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് സൂചിൻ. അങ്ങനെ അവളും ഈ കാര്യം ഇനി പുറത്താരും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ലിംജിങ്ങിനെ സുരക്ഷയായിട്ട് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അതിനെ അന്ന് രാത്രി ഇവ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വരുത്തിച്ച് പഴയതുപോലെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് സൂഹയാണ് ഇപ്പൊ അവളെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അതേസമയം ഇവിടെ ലിംജിഗൻ എനിക്കെന്തിനാ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു തരുന്നതെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് ബിഹേവ് ചെയ്യും. ഇതൊക്കെ കണ്ട് ആ ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും ഷോക്ക് ആകുമ്പോഴാണ് അതേപോലെ തന്നെ ഇവിടെ സൂഹയ്ക്ക് നല്ല ഷോക്കായിരിക്കും. അങ്ങനെ ഇവൻ അവളുടെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയാലും അവൾക്ക് വയറ് നിറഞ്ഞ് ഇവനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അവനൊന്നും മനസ്സിലാവാതിരിക്കുമ്പോഴാണ് അതേസമയം അവൾ അവന് സീക്രട്ടായിട്ട് മെസ്സേജ് അയച്ച് പുറത്തേക്ക് വരാൻ പറയും. അങ്ങനെ ഇവൻ അവളെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ആരും കാണാത്ത രീതിയിൽ ലിംജിഗൻ അവനെ വിളിച്ചിട്ട് സംസാരിക്കും. അതായത് സൂഹയ്ക്ക് ഒരു ലൈൻ ഉണ്ടെന്ന് ഇപ്പൊ സ്കൂൾ മൊത്തത്തിൽ പാട്ടായി. അതുകൊണ്ട് ആ ലൈൻ ആരാന്ന് കണ്ടുപിടിച്ച് ഗേൾസ് എല്ലാവരും കൂടെ അവളെ തീർത്ത് കളയാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ലിംജിഗനും അവളാന്ന് അറിഞ്ഞ പിന്നെ അവളുടെ കാര്യം പോക്കാന്ന് പറയുമ്പോഴാണ് സൂഹയ്ക്ക് കാര്യമെല്ലാം മനസ്സിലാവും ഇവൾ ഇത് കാരണം രാവിലെ തൊട്ട് അങ്ങനെയൊക്കെ ഇവനോട് ബിഹേവ് ചെയ്തതെന്ന്. അങ്ങനെ അതുകൊണ്ട് അവനും ലിംജിങ്ങിന് വേണ്ടി തൽക്കാലം കപ്പിൾസ് ആണെന്ന് അറിയേണ്ടെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവന്റെ ആഗ്രഹം ഇവർ കപ്പിൾസ് ആണെന്ന് ഈ സ്കൂൾ മൊത്തം അറിയുന്ന. അപ്പോഴാണ് അതേസമയം ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടേക്ക് വരുന്ന ഹൻസുവിനെ കണ്ടിട്ട് അവൻ ദേഷ്യത്തിൽ വേസ്റ്റ് വാരി എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഈ ശബ്ദം കേട്ട് ലിംജിങ്ങ പെട്ടെന്ന് സൂഹയെ തള്ളിയിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതിനുശേഷം സ്കൂൾ കഴിഞ്ഞ് ഇവർ സീക്രട്ടായിട്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ലിംജിങ്ങിന് അപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന ആരും കാണല്ലെന്ന് പറഞ്ഞ് അവൾ ഫേസ് എല്ലാം കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കാണുന്ന സൂഹയ്ക്ക് ചിരി വന്നിട്ട് ഇവൾ അവനെ ഫോളോ ചെയ്യുന്ന ഒരു സ്പൈയെ പോലെയാന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇവളുടെ കോലം കണ്ടിട്ട് അവിടുത്തെ സ്റ്റാഫിനോടും പറയും കൂടുതൽ ആൾക്കാരൊന്നുമില്ലാത്ത ഒരു സീക്രട്ടായ സ്ഥലം മതിയെന്ന്. ഇത് കേട്ട് ആ സ്റ്റാഫ് ഷോക്കായിട്ട് കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് സൂഹ അവർ കഴിക്കാൻ വേണ്ടി ഒരു കപ്പിൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്ന ലിംജിങ്ങിനും മൊത്തത്തിൽ സന്തോഷത്തിന്റെ അങ്ങേ അറ്റത്താകും. അപ്പോഴാണ് അതേസമയം ഇവരിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഫുഡ് അടിക്കുന്ന സമയം നോക്കി അവിടേക്ക് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വരും. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചിട്ട് സൂഹയെ ഒളിഞ്ഞിരിക്കാൻ പറയുമ്പോഴാണ് അവന് വേറെ വഴിയില്ലാതെ ആ ടേബിളിന്റെ താഴെ ഇങ്ങനെ പതുങ്ങിയിരിക്കും. ഇതേസമയം ഇവന്മാരെല്ലാവരും കൂടെ ലിംജിങ്ങിനെ കണ്ട് അടുത്തേക്ക് വരുമ്പോഴാണ് ഈ ടേബിളിന്റെ താഴെ ആരെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അവന്മാർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. കാരണം സൂഹയുടെ ഷൂസൊക്കെ പുറത്തിരിക്കുക. ഇതോടെ അവള് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് ടേബിളിന്റെ താഴെ ആരില്ലെന്ന് പറയുമ്പോഴാണ് അവന്മാർക്കെല്ലാം പിടികിട്ടി ഇവൾ ആരെയാണ് ഡേറ്റ് ചെയ്യാന്ന്. അതുകൊണ്ട് അവന്മാരും ഇതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യമെന്ന് പറഞ്ഞിട്ട് നൈസിന് അവന്മാർ അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇവന്മാര് പോയെന്ന് അറിഞ്ഞ ഉടനെ സൂഹപതിയെ ദേഷ്യത്തി അവളിങ്ങനെ നോയിക്കൊണ്ടിരിക്കും. കാരണം ഇവൾക്ക് വേണ്ടിയ അവൻ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത്. അങ്ങനെ അതിനുശേഷം ഇവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സൂഹോ ലിംജിങ്ങിന് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയെ കാണാൻ വേണ്ടി വിളിച്ചോണ്ടുപോകും. അങ്ങനെ അത് വേറെ ആരുമില്ല ഇവൾ മേക്കപ്പ് ഇടാൻ വേണ്ടി യൂട്യൂബിലൊക്കെ നോക്കിയ ആ സെലിബ്രിറ്റിയാണ്. അങ്ങനെ അതോടെ അവളെ സന്തോഷത്തി ആ കൂട്ടത്തിൽ ചെന്ന് പങ്കെടുക്കുമ്പോഴാണ് അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ലിംജിങ്ങിനായിരിക്കും കറക്റ്റായിട്ട് ആൻസർ പറയുന്നത്. കാരണം ഇവരുടെ മിക്കുള്ള വീഡിയോസ് ഇവൾ കണ്ടു കാണും. അങ്ങനെ അതിനുശേഷം റെസ്റ്റ് റൂമിൽ വെച്ച് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവളും വലിയ ഫാനാന്ന് പറഞ്ഞ് ഓട്ടോഗ്രാഫൊക്കെ ഇങ്ങനെ വാങ്ങിക്കും. അപ്പോഴാണ് അവര് ലിംജിങ്ങിന്റെ മേക്കപ്പ് കണ്ടിട്ട് ഇത്രയും ബിഗ് ഫാൻ ആയിട്ട് ലിപ്സ്റ്റിക് കറക്റ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾക്കത് ശരിയായി കൊടുക്കും. ഇത് കണ്ട് അവളെ സന്തോഷത്തിരിക്കുമ്പോഴാണ് അവരവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഈ പ്രായത്തിൽ ലിംജിങ്ങൻ ഇത്ര മേക്കപ്പ് ഇട്ട് തന്നെ ഒരു വലിയ കാര്യം പറഞ്ഞിട്ട് ഇവൾക്ക് മോട്ടിവേഷൻ തരും. അതോടെ അവളും മൊത്തം സന്തോഷത്തിലാകും. അങ്ങനെ അതിനുശേഷം ഇവരും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സൂഹ അവളുടെ കയ്യിൽ കയറി പിടിക്കാൻ നോക്കിയാലും ഇവൾ ആ സെലിബ്രിറ്റി എന്ന ഗിഫ്റ്റ് ഇങ്ങനെ സുരക്ഷയായിട്ട് കീപ്പ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ പോരാതെ ഇന്നത്തെ ദിവസം
സെലിബ്രിറ്റി കാരണം സന്തോഷമായി എന്ന് പറയുമ്പോഴാണ് സൂഹയാണ് ജലസാവും. അപ്പൊ നമ്മുടെ ഡേറ്റ് നിനക്ക് സന്തോഷമായിട്ട് തോന്നില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അവൾക്ക് ആ ചോദ്യം കറക്റ്റായിട്ട് കേട്ട് കാണത്തില്ല. അതുകൊണ്ട് അവനും ബിറുത്തോണ്ട് അവളുടെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഹൻസുജിനും സ്കൂളിൽ പോകാൻ വേണ്ടി അവൻ ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോഴാണ് അവിടെ ലിംജിയും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ കാണുന്നത്. ഇത് കണ്ട് അവൻ അടുത്തേക്ക് ചെന്നിരിക്കുമ്പം അവൾ പെട്ടെന്ന് ഇവന്റെ തോളിലേക്ക് അങ്ങ് ചാരും. അതോടെ അവന് പെട്ടെന്ന് പിന്മാറിയിട്ട് ഇങ്ങനെ റോഡിൽ കിടന്നുറങ്ങിയ വല്ലാമാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന പറയുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ബോധം വന്നിട്ട് ഇവൻ എപ്പോ തൊട്ടാ ബസ്സിൽ പോകാൻ തുടങ്ങിയെന്നൊക്കെ ചോദിക്കും. കാരണം ഇവള് ബൈക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതൊക്കെ നിർത്തി കാണും. അതുകൊണ്ട് അവളും ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയെന്ന് ചോദിക്കുമ്പം അവന് ശരിയായിട്ട് അവന്റെ അമ്മയ്ക്ക് വേണ്ടി നിർത്തിയതെന്ന് പറഞ്ഞിട്ട് ബസ് വന്നിട്ടും ഇവളുടെ ഫ്രണ്ട് ഷോ കാണിക്കാൻ വേണ്ടി അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ ലിംജിയും ക്ലാസ്സിൽ കയറി ഉടനെ ഇന്നലെ റെസ്റ്റോറന്റ് വെച്ച് കണ്ടവന്മാരെല്ലാരും കൂടെ മൊത്തത്തിൽ പാട്ടായി കാണും ഇവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ്. അതോടെ എല്ലാരും കൂടെ ഇവളോട് ചോദ്യം ചെയ്യുമ്പോഴാണ് അവൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അവളെല്ലാരും പറഞ്ഞുവിടാൻ നോക്കും. അപ്പനാണ് ഇതെല്ലാം മനസ്സിലായി ഹൻസുജിനും അവരോടൊക്കെ ദേഷ്യപ്പെട്ട് സീരിയലയച്ചെന്നിരിക്കാൻ പറയും. കാരണം അവനറിയാം ലിംജിങ്ങിന് സൂഹോ സെറ്റായ കാര്യം. അതിനുശേഷം സൂഹോ ലിംജിയും കൂടെ ഇവിടെ ചാറ്റ് ചെയ്ത് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സൂഹയും അന്ന് ട്രിപ്പ് വെച്ചെടുത്ത ഫോട്ടോസൊക്കെ അവന് സെൻഡ് ചെയ്യാൻ വേണ്ടി പറയും. ഇതേ സമയം അവന് സെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് വേറൊരു പയ്യന് സെൻഡ് ചെയ്തിട്ട് ഫോം വയ്ക്കുമ്പോഴാണ് സൂഹയാണ് കുറെ സമയത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ഫോട്ടോ വെച്ചിട്ട് ഇവളും തയ്ച്ചരാത്തേന്ന്. അതുകൊണ്ട് വീണ്ടും അവൾക്ക് മെസ്സേജ് ചോദിക്കുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് സൂഹയ്ക്ക് പറ്റിയ ഫോട്ടോ അയച്ചത് ആ റെസ്റ്റോറന്റ് വെച്ച് കണ്ട ആ പയ്യനാന്ന്. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് എങ്ങനെങ്കിലും അവന്റെ ഫോൺ തട്ടിപ്പറിച്ച് അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ അതിലാണ് ഫിംഗർ പ്രിന്റും കാണും. ഇതുകൊണ്ട് ക്ലാസ് സമയത്ത് ഉറങ്ങുന്ന സമയം നോക്കി ഇവള് നൈസിന് ഇവൾ അയച്ച ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ പോകും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ബോധം വന്നിട്ട് ഇവന്റെ ഫോൺ കൈ പിടിച്ചോണ്ട് എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് ഹൻസുജൻ അവിടേക്കൊന്ന് പെട്ടെന്ന് അവനെ ഡൈവേർട്ട് ചെയ്യും. അതേസമയം ഇവനാണ് അവർ തമ്മിലുള്ള ഫോട്ടോയെ കാണും. അപ്പോഴാണ് ലിംജിങ്ങൻ പെട്ടെന്ന് ആ ഫോട്ടോയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അവൾ നൈസിന് അവളുടെ സീറ്റിലേക്ക് ചെന്നിരിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഈ കാര്യമൊക്കെ അവള് സൂഹയോട് പറയുമ്പോഴാണ് ഇങ്ങനെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്ത ഇത്രയും പേടിക്കേണ്ടി വരുമെന്ന് അവൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരും ആരില്ലാത്ത സ്ഥലം ആ ബുക്ക് കടയാന്ന് പറഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോഴാണ് അവിടാണ് ഹൻസുവിന്റെ അനിയത്തിയും കാണും. അതുകൊണ്ട് ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവള് സൂഹയെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് അങ്ങോട്ടും. ഇത് കാരണം പാവ നമ്മുടെ പയ്യൻ ഇവിടെ വിഷമിച്ചിരിക്കുക. അതേസമയം ഇവിടെ ചേച്ചിയാണ് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ സാറ് കൂടെ ജോലി ചെയ്യുന്ന ഒരു മിസ്സായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ ആ ലേഡിക്കാണെങ്കിൽ സാറിനോട് ക്രഷ് ഉള്ളതുകൊണ്ട് സാറിന്റെ ടൈയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് കണ്ട് ചേച്ചി അവിടെ ചെന്ന് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ആ ലേഡി പിടിച്ച് മാറ്റി സാറിനോട് കുറച്ച് ക്ലോസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് ആ ടീച്ചറിനെ സഹിക്കാൻ പറ്റാതെ ഈ ലേഡി ആരാന്ന് പറഞ്ഞ് സാറിനോട് ദേഷ്യം ചോദിക്കും. അപ്പോഴാണ് സാറാണെ ഒന്നും മിണ്ടാതെ മൊത്തത്തിൽ സൈലന്റ് ആയിട്ടിരിക്കും. ഇതോടെ ചേച്ചിയും ഞങ്ങൾ രണ്ടൊരു കപ്പിൾസ് എന്ന് പറയുമ്പോഴാണ് മറ്റേ ടീച്ചറിന് മൊത്തത്തിൽ ഷോക്കായി പോകും. അപ്പോഴാണ് അതേസമയം മറ്റേ സാറുമാർ അവിടേക്ക് വന്നുടനെ നമ്മുടെ സാറ് നാണക്കേടായി അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ലിംജിങ്ങിനും ക്ലാസ്സിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാവിലെ തന്നെ ഇവൾക്ക് എന്തോ ഉറക്കമെന്ന് പറഞ്ഞ് സൂചന അടുത്തേക്കൊന്ന് നോക്കും. അപ്പോഴാണ് ഇവളുടെ കഴുത്തി സൂഹ തന്ന നെക്ലസ് ഉള്ളത് കാണുന്നത്. കാരണം ഇവളന്ന് ട്രിപ്പ് വെച്ച് കണ്ടാണ് സൂഹയുടെ ഈ നെക്ലസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവൾക്ക് ഇപ്പൊ സത്യം മനസ്സിലായി സൂഹ ഇവളും കൂടെ കപ്പിൾസ് ആണ്. അതുകൊണ്ട് അവളും മൊത്തം ദേഷ്യത്തിലാവും. എന്നിട്ട് ഇപ്പൊ ലിംജിങ്ങനാണ് സ്കൂള് പഠിച്ചു കഴിഞ്ഞിട്ട് അവള് മേക്കപ്പിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ കോഴ്സിന് കുറെ ചെലവാകുന്നുണ്ട്. ഇവൾ അമ്മയെ കഷ്ടപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ചില സ്ഥലത്തൊന്നും ഇവൾക്ക് ജോലി ഇല്ലാത്തോണ്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോഴാണ് അതേസമയം റെസ്റ്റ് റൂമിൽ വെച്ച് ഇവൾ ഹൻസുജിനെ മീറ്റ് ചെയ്യും. അതോടെ അവളും ദേഷ്യത്തി ഗേൾസിന്റെ ബാത്റൂം ഇവനെന്തോ ജോലിയും ചോദിക്കുമ്പോഴാണ് അവനും ഇവിടെ നിന്ന് ചമ്മിപ്പോയിട്ട് ഇത് ബോയ്സ് അല്ലേന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവും. അങ്ങനെ അവനാണ് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നേക്കുക. അങ്ങനെ അവൻ അവിടെ നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. ലിംജിങ്ങിന് ഇവിടെ നിന്ന് ഇംപ്രസ് ആയി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ അവളുടെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കും. ഇത് കണ്ട് അവിടുത്തെ ക്യാമറമാൻ വന്നിട്ട് ലിംജിങ്ങിനെ കാണാൻ ഒരു മോഡലിനെ പോലെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഹൻസുജിനാണ് അവൾ ആദ്യം ഇവിടെ നിന്ന് പോകാൻ പറയും. പക്ഷെ അങ്ങേരാണ് ഒരു മോഡലിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ കൂടെ ചേർന്ന് ആക്ട് ചെയ്യാൻ പറയുമ്പോഴാണ് അവളാണ് അവൾക്കൊന്നും ആക്ടിങ് അറിയത്തില്ലെന്ന് പറയും. അതേസമയം അങ്ങേര് ജസ്റ്റ് ഹൻസുജിന്റെ കൂടെ നിന്ന് ചെയ്ത ജോലിക്ക് പൈസ എന്ന് പറയുമ്പോഴാണ് അവൾ അപ്പം തന്നെ സമ്മതം കൊടുക്കും. പക്ഷെ ഹൻസുജിനാണ് ഇവളുടെ കൂടെ ആക്ട് ചെയ്യാൻ താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് അവനും ഒട്ടും മൂഡില്ലാതെ സൈലന്റ് ആയിട്ട് അങ്ങ് നിൽക്കും. ഇത് കണ്ട് ക്യാമറമാനും അവൻ എന്തേലൊക്കെ പോസ് ചെയ്യാൻ പറയുമ്പോഴാണ് അവൻ ഇവളുടെ കൂടെ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും. അതിനുശേഷം ആ ക്യാമറമാനും വിശക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞ് അവന് കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് അതേസമയം ലിംജിങ്ങനാണ് അവൾക്ക് വിയർക്കുന്നെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ ഇങ്ങനെ കുടഞ്ഞോണ്ടിരിക്കും. ഇത് കണ്ട് അവന് സഹിക്കാൻ പറ്റാതെ ഒരു പെങ്കൊച്ചായിട്ട് എന്റെ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോഴാണ് അവൾ അടുത്തേക്ക് വന്നിട്ട് ഇവന്റെ ഫേസ് ഒക്കെ വിയർത്തിരിക്കാന്ന് പറഞ്ഞ് അവൾ തുടയ്ക്കാൻ വേണ്ടി വരും. അതോടെ ഹൻസുജിൻ അവളെ പിടിച്ച് തടഞ്ഞിട്ട് അവനൊരു ആൺകുട്ടി ആയതുകൊണ്ട് ഇത്രയും ക്ലോസ് ആയിട്ടൊന്നും ബിഹേവ് ചെയ്യില്ലെന്ന് അവള് വാൺ ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അവളും ചിരിച്ചിട്ട് ആൺകുട്ടിയല്ല നീ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവൾ തമാശയായിട്ട് സംസാരിക്കുമ്പോഴാണ് അതേസമയം ഇവരുടെ പൊസിഷൻ കണ്ടിട്ട് ഇതാ ഫോട്ടോയ്ക്കുള്ള പെർഫെക്റ്റ് പോസ് എന്ന് പറഞ്ഞ് ആ ക്യാമറമാൻ അവിടേക്ക് വന്ന് അവരനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ഹൻസുജിന് ആ ചാൻസ് യൂസ് ചെയ്ത് അവന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അതേപോലെ കുറെ പോസ് ചെയ്തിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവളും
എന്തായാലും കിട്ടിയ പൈസക്ക് ഹൻസുവിനെ കുറച്ച് ചെലവ് ചെയ്ത് ഇവരുടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവനാണ് എരിയായിട്ടുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഇവൾ ഓർഡർ ചെയ്തോണ്ട് അവനത് ഫോഴ്സ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് അതേസമയം ഇവന്റെ എരി കൂട്ടാൻ വേണ്ടി അവള് സുഹയും കൂടെ പ്രേമത്തിലാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവന് ഷോക്കായിട്ട് ആ കാര്യമൊക്കെ ഞാൻ ചോദിക്കാൻ എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞ് അവളോട് ചൂടാകും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.